ഫ്രണ്ട്സേ, ധന്യാണേ. പിന്നെ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിലൊരു വീഡിയോ, അതായത് ഫുഡിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ചില സമയങ്ങൾ മാത്രം എനിക്ക് യൂട്യൂബിൽ ഇടാൻ കഴിയാത്തതുകൊണ്ട് ഞാനത് ഫേസ്ബുക്കിലായിരിക്കും ഇടുക. അപ്പോൾ ഇന്നലെ വന്നൊരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ കാന്തപുരം ഉസ്താദ് എവിടെ പോയി, ഇപ്പോൾ ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല എന്നതായിരുന്നു കമൻറ്റ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു കമൻറ്റിന് റീപ്ലൈ കൊടുക്കുകയും ചെയ്തു. ഉസ്താദിനെ കുറിച്ച് വീഡിയോ ഇടുന്നില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ എല്ലാ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ട്. ഞാൻ ഉസ്താദിനെ കുറിച്ച് വീഡിയോ ഇടുന്നതും ഞാൻ അല്ലാത്ത വീഡിയോസ് ഇടുന്നതൊക്കെ ആൾ വൃത്തിക്ക് അത് കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഞാൻ കുറച്ച് ദിവസമായി ഉസ്താദിൻ്റെ വീഡിയോ ചെയ്തിട്ട് എന്ന് പറയാൻ അദ്ദേഹം ഇത്രയും കണ്ണിങ് ആയിട്ട് പറയാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ആ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ജനതകൾക്ക് സുപരിചിതനായ ഒരു പണ്ഡിതനാണ് അല്ലേ. അത് ജസ്റ്റ് പണ്ഡിതൻ എന്ന് പറയാൻ മാത്രം പറ്റില്ല. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് അദ്ദേഹം. അപ്പോൾ ആ ഉസ്താദിനെ ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്നത് തുടങ്ങി ഞാൻ ഉസ്താദിനെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഒരു വ്യക്തിയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഉസ്താദിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് എനിക്ക് അങ്ങനെ പരിചയത്തിൽ ആരും ഇല്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ +2 കഴിഞ്ഞതോടുകൂടി ഞങ്ങളെല്ലാം പിരിഞ്ഞു. പിന്നെ അവരുടെ നമ്പറോ കാര്യങ്ങളോ നമുക്ക് കിട്ടാനില്ല. പിന്നെ ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോഴല്ലേ, ആദ്യം നമുക്ക് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉസ്താദിന് വയ്യാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഉസ്താദിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പോയി. അതേപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേരള യാത്ര എന്ന ആ ഒരു മഹായാത്രയിൽ ഞങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ ഞങ്ങളും അവിടെ ഒരു ചെറിയൊരു ഭാഗമായി ഞങ്ങൾക്കും സാധിച്ചു. എൻ്റെ ആഗ്രഹം എൻ്റെ മകനിലൂടെ ഞാൻ സാധിച്ചെടുത്തു. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബദ്രി പോയി ഉസ്താദിൻ്റെ കൈ പിടിക്കുന്നതും ഉസ്താദ് പേര് ചോദിക്കുന്നതും അതുപോലെ ബദ്രിൻ്റെ കയ്യിൽ പൈസ കൊടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എനിക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ഉസ്താദിനെ കുറിച്ചിട്ട് എന്നും, അതായത് ആ ഉസ്താദ് എന്നും എൻ്റെ മനസ്സിനകത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് വയ്യാന്ന് പറഞ്ഞ സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. പിന്നെ വെറുതെ ഒരാളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഞാൻ പറയാതെ തന്നെ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് പറയാതെ തന്നെ ഈ ലോക ജനതകൾ മുഴുവൻ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് സുഹൃത്തെ ഇങ്ങനെ കുശുമ്പുണ്ടാക്കുന്നത്? ഞാൻ ഭക്ഷണത്തിൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടത്, ഭക്ഷണത്തിൻ്റെ വീഡിയോയിൽ എന്തിനാണ് നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരുന്നത്? ഉസ്താദ് എന്ന് പറയുമ്പോൾ ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ, ഇത്രയും എന്നിട്ട് പോലും അദ്ദേഹം വെറുതെ ഇരിക്കാതെ ഓരോ കുട്ടികളെ കാണുന്നു, സംസാരിക്കുന്നു, ഓരോ പരിപാടികളിൽ പോകുന്നു, നല്ല കാര്യങ്ങൾ. ഞാൻ സത്യം പറഞ്ഞല്ലോ, ആ ഒരു സദസ്സ്, ആ കേരള യാത്ര എന്ന് പറയുന്ന ആ ഒരു വേദിയിൽ അവർ സംസാരിച്ച കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ കേട്ടിരുന്നു പോകും. ഒരു വർഗീയതയില്ല, ഒരു രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മതപരമായിട്ട് സംസാരിക്കുന്നില്ല. മതപരമായി സംസാരിക്കുന്നത് എന്താണെന്നറിയോ, ഒരു മനുഷ്യനും ഒരു കുടുംബത്തിനും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ മകനടക്കം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മാമൻ പറയണേ, അമ്മ ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് ഞാൻ പോവുള്ളൂ കേട്ടോ, ഉണ്ടെങ്കിൽ ഞാൻ മിണ്ടാതെ അവിടെ ഇരിക്കും, എനിക്ക് വേറെ പരിപാടികളിൽ പോകുമ്പോഴേ എനിക്ക് ബോറടിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കുട്ടി പറയണത് വെച്ചാൽ, ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് വരെ ദഹിക്കുന്ന രീതിയിലാണ് അവിടെ ഓരോ ഉസ്താദുമാരും പ്രഭാഷണം നടത്തുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചൊന്നുമല്ല എൻ്റെ മക്കളെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നും ഉസ്താദിൻ്റെ തട്ട് ഉയർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ പറയുന്ന ആളുകളൊക്കെ താഴേക്ക് പോവുകയും ചെയ്യും. ഈ ഉസ്താദ് എന്താ അറിയോ, ഇനിയും മുന്നേറിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ദീർഘായുസ് കൊടുക്കണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ ഇത്ര പോരെ, നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ചെയ്തില്ല എന്നുള്ളൊരു പരാതിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ആക്കുന്നു.